നമസ്കാരം ഗൈസ്. അറബ് മേഖലയിൽ യുദ്ധം നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് എടുക്കുന്ന നിലപാട് ശരിയല്ല എന്നാണ് സോണിയാഗാന്ധിയും ബൃന്ദ കാരട്ടും ഒക്കെ വിമർശിക്കുന്നത്. ഇറാൻ ഇന്ത്യയുടെ ഒരു സുഹൃത്ത് രാജ്യമാണ്. ഇറാനുമായി ധാരാളം വ്യാപാര കരാറുകളുണ്ട്. ഇങ്ങോട്ട് എണ്ണ തരുമ്പോൾ നമ്മൾ അങ്ങോട്ട് അരിയും മരുന്നും ഒക്കെ നൽകുന്നു. ഒക്കെ ശരിയാണ്. പക്ഷേ ആഗോള ഇസ്ലാമിക ഭീകര സംഘടനകളെ ആയുധവും പരിശീലനവും പണവും ഒക്കെ കൊടുത്ത് പരിപോഷിപ്പിക്കുന്ന അപകടകാരികളായ ഇറാനിയൻ ഭരണാധികാരികളെ, നേതാക്കളെ എങ്ങനെയാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം പിന്തുണയ്ക്കേണ്ടത്, ന്യായീകരിക്കേണ്ടത്? ഹൂത്തികൾ, ഹിസ്ബുള്ള, ഹമാസ് എന്നിങ്ങനെയുള്ള ഭീകരന്മാരായ സംഘടനകളൊക്കെ ഇറാന്റെ കണ്ണിലുണ്ണികളാണ്. അവരെ ഇറാൻ താഴോട്ട് വളർത്തുന്നത് ഇസ്രായേലിനെ അടിക്കാൻ വേണ്ടി മാത്രമല്ല. ഇവരൊക്കെയും മിഡിൽ ഈസ്റ്റിലെ, പിന്നെ ലോകത്തിലെ തന്നെയും ഭീഷണിയായി മാറി ഇനിയും മാറുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇറാൻ ഇവരെ സഹായിക്കുന്നത്. സമാധാനത്തോടെ ജീവിക്കുന്ന അല്ലെങ്കിൽ സുന്നി വംശജർ കൂടുതലുള്ള മറ്റ് അയൽ അറബ് രാജ്യങ്ങളോട് ഇറാൻ കാണിക്കുന്ന കലർപ്പില്ലാത്ത വംശവെറിയെയും അസഹിഷ്ണുതയെയും എങ്ങനെയാണ് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നത്, ന്യായീകരിക്കാൻ കഴിയുന്നത്? ഇനി ഇന്ത്യ ഇസ്രായേൽ നയതന്ത്ര ബന്ധത്തെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം ഗൈസ്. ഇന്ത്യയുടെ NIA, റോ തുടങ്ങിയ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കൂടെ യുദ്ധസമയത്തും അല്ലാത്തപ്പോഴും വിവരങ്ങളും രഹസ്യങ്ങളും ഒക്കെ ചോർത്താനും ശേഖരിക്കാനും മൊസാദ് എന്ന ഇസ്രായേൽ ചാര സംഘടന എന്നും ഒപ്പം ഉണ്ടായിരുന്നു. മൊസാദിന്റെ സേവനവും ഇസ്രായേലിന്റെ വെപ്പൺ ടെക്നോളജി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറം എല്ലായ്പ്പോഴും നമ്മളെ സഹായിച്ചിട്ടുള്ളത് ഓർക്കുമല്ലോ. ദേശസുരക്ഷ, അതിർത്തിയുടെ ഭദ്രത, ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഏത് ഗവൺമെന്റും തങ്ങളുടെ ദേശസുരക്ഷയ്ക്ക് ആരുടെ സൗഹൃദമാണോ നല്ലത് അവരുടെ കൂടെയേ നിൽക്കാവൂ. കാരണം ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയും. ഇറാനിലും ഇന്ത്യക്കാരുണ്ട്. ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന അറബ് ഇസ്രായേൽ രാജ്യങ്ങളിലും ഇന്ത്യക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സോണിയാഗാന്ധിയോ ബൃന്ദ കാരട്ടോ ഈ ലില്ലിയോ പറഞ്ഞെന്നും പറഞ്ഞ് ഇന്ത്യൻ ഗവൺമെന്റ് വിവേകവും വീണ്ടും വിചാരവും ഇല്ലാതെ എന്തെങ്കിലും പറയാനോ ചെയ്യാനോ മുതിരുന്നത് ശരിയാണോ? അത് യുദ്ധഭൂമിയിൽ നമ്മുടെ പൗരന്മാരെ കുരുതിക്ക് കൊടുക്കുന്നത് പോലെയല്ലേ? ഇനി ഇവരൊക്കെ പറയുന്നത് കേട്ട് മോഡി പറയുകയാണ് യുദ്ധം നിർത്തണമെന്ന്. ഇറാനോ ഇസ്രായേലോ അമേരിക്കയോ അനുസരിക്കുമോ? ഇന്ത്യ ഗവൺമെന്റിന് ആകെ ചെയ്യാൻ കഴിയുന്നതും ചെയ്യേണ്ടതും മിഡിൽ ഈസ്റ്റിലെ നമ്മുടെ പൗരന്മാരുടെ ജീവൻ സേഫാക്കി വെക്കാനുള്ള അടിയന്തര സഹായങ്ങൾ സമയോചിതമായി ചെയ്യാൻ അതത് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളെ പ്രാപ്തരാക്കുക, സജ്ജരാക്കുക. അതിനുവേണ്ടി നമ്മൾ നയതന്ത്ര ബന്ധങ്ങൾ ഉപയോഗിക്കുക. അല്ലാതെ ഈ പെണ്ണുങ്ങൾ ഇവിടെ കിടന്ന് തുള്ളുന്നത് പോലെയല്ല ഇന്റർനാഷണൽ പൊളിറ്റിക്സിന്റെ കിടപ്പുവശങ്ങൾ. ഈ ഒരു സാഹചര്യത്തിൽ 10 വോട്ട് കിട്ടാനുള്ള അവസരമായി ഈ യുദ്ധത്തെയും അതിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെയും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓണത്തിന്റെ ഇടയിലെ പുട്ടുകച്ചവടം എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ഈ പെണ്ണുങ്ങളുടെ വാക്കുകളും പ്രസ്താവനകളും ഒക്കെ.